നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നിടാം. തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിടാം. നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നിടാം. തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിടാം. അനുതാപമോടെ വരുവിൻ, കൃപയാൽ നിറഞ്ഞിടുവിൻ. ജീവനായകമാം സുവിശേഷം നിൻ ജീവനിലേക്കു പകർത്താം. ദൈവരാജ്യം ഭൂവിലുയർത്താൻ സ്നേഹമോടണയാം. വൈകിടാതെ യേശു നൽകും രക്ഷ നേടിടാം. ദൈവരാജ്യം ഭൂമിയിലുയർത്താൻ സ്നേഹമോടണയാം. വൈകിടാതെ യേശു നൽകും രക്ഷ നേടിടാം. ഉപവാസമോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഒന്നു ചേർന്നിടാം. നമ്മുടെ കർത്താവ് മരുഭൂമിയിൽ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പ് നടത്തിയ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അനുസ്മരണത്തിനായിട്ട് നമ്മളും നോയമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചതിന് ശേഷം തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പ് നോമ്പും ഉപവാസവും അനിവാര്യമായ ഒരു ദൗത്യമായി ഈശോയ്ക്ക് തോന്നി. അതിന് കാരണം ഈശോയ്ക്ക് ആത്മാവിൻ്റെ ചൈതന്യം കുറവുണ്ടായിരുന്നത് കൊണ്ടോ ആത്മീയ വരദാനങ്ങൾ കൂടുതലായി നേടേണ്ടത് കൊണ്ടോ ആയിരുന്നില്ല. മറിച്ച് പഴയ നിയമത്തിൽ തൻ്റെ പ്രതിരൂപങ്ങളായിട്ട് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകന്മാരിലൂടെ ദൈവം കാണിച്ചു തന്ന മഹത്തായ മാതൃകയുടെ പിന്തുടർച്ചയായിരുന്നു. ബൈബിളിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ 2 പ്രവാചകന്മാർ മോശയും ഏലിയായുമാണ്. കാരണം നിയമാവർത്തന പുസ്തകം 34-ാം അധ്യായം 10-ാം വാക്യത്തിൽ സമാനതകളില്ലാത്ത ഒരു പ്രവാചകനായും അതുപോലെ മറ്റൊരു പ്രവാചകൻ ഉണ്ടാകാത്ത വിധത്തിൽ ഏറ്റവും വലിയ പ്രവാചകനായിട്ടുമാണ് മോശയെ അവതരിപ്പിക്കുന്നത്. ആ മോശ ജീവിതത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ ഘട്ടത്തിൽ നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയുമാണ് ദൈവത്തെ തിരിച്ചറിഞ്ഞതും ദൈവിക ദൗത്യം നിറവേറ്റിയതും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ദൈവത്തിൽ നിന്ന് കൽപ്പനകൾ സ്വീകരിക്കുന്ന മോശ അത് ജനങ്ങൾക്ക് നൽകി. ജനങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ സ്വന്തം ജനമായി സ്വയം പ്രഖ്യാപിക്കുകയും ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് ആജീവനാന്തം ജീവിക്കുവാൻ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ തുടർന്ന് കാണുന്നത് ആ പ്രതിജ്ഞ എത്രയും വേഗം മറന്ന് അവഗണിച്ച് വിഗ്രഹാരാധനയുടെ പുറകെ പോകുന്ന ഒരു ജനത്തെയാണ്. ആ ജനത്തിന് ദൈവത്തെ വീണ്ടും കാണിച്ചു കൊടുക്കുക എന്നുള്ള സങ്കീർണവും മനുഷ്യ സാഹചര്യങ്ങളിൽ അസാധ്യവുമായ ദൗത്യം മോശ ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ ക്ഷണപ്രകാരം അദ്ദേഹം സീനാ മലമുകളിലേക്ക് കയറിപ്പോയി. അവിടെ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരുന്ന 40 ദിവസം ആഹാരം ഉണ്ടാക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല, വെള്ളം കുടിക്കണമെന്നും തോന്നിയില്ല. സാഹചര്യമില്ലാഞ്ഞിട്ടല്ല, നിരന്തരമായി ദൈവത്തോട് ഇടപെട്ടുകൊണ്ട് ജീവിച്ചപ്പോൾ മറ്റൊന്നിൻ്റെയും ആവശ്യമുണ്ടായില്ല. അതുകൊണ്ടാണ് മോശയുടെ ഉപവാസം. ആ ഉപവാസത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോയ ദൈവജനത്തെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ദൗത്യം. ആ ദൗത്യത്തിൽ മാത്രം മോശ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഒരു വിധത്തിലും ഭക്ഷണത്തെക്കുറിച്ചോ പാനീയങ്ങളെക്കുറിച്ചോ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായില്ല. അദ്ദേഹത്തിന് ജീവൻ നിലനിർത്തുവാനുള്ള ശക്തി ആവശ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ
അദ്ദേഹത്തിന് മനസ്സിന് ആവശ്യമായിരുന്നു, ഊർജം ലഭിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇതൊന്നും ഭക്ഷണപാനീയങ്ങളോ വിനോദങ്ങളോ അല്ല, മറിച്ച് തൻ്റെ ദൗത്യവും ദൈവ സാന്നിധ്യ ബോധവുമാണ് മോശയ്ക്ക് നൽകിയത്. അങ്ങനെ മോശ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും യഥാർത്ഥമായൊരർത്ഥം കണ്ടെത്തി. ദൈവജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള മുൻകരുതലാണ്, നിക്ഷേപമാണ് ഉപവാസവും പ്രാർത്ഥനയുമെന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ, അതായത് നിയമാവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത് എല്ലാ കാലത്തെയും ഏറ്റവും വലിയ പ്രവാചകനെന്ന്. അങ്ങനെ പ്രവാചകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മോശയുടെ വഴി ഈശോ പിന്തുടർന്നു. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന രണ്ടാമത്തെ വലിയ പ്രവാചകൻ ഏലിയ പ്രവാചകനാണ്. ഏലിയായെ വലിയ പ്രവാചകൻ എന്ന് വിളിക്കുവാനുള്ള കാരണം ഈശോയ്ക്ക് മുൻഗാമിയായിട്ട് ഏലിയ വരും എന്നുള്ള ശക്തമായ വിശ്വാസം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏലിയ ഈശോയുടെ മുൻഗാമിയാണ്, പ്രതിരൂപമാണ്. ഏലിയായും തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ ഘട്ടത്തിൽ ഉപവാസവും പ്രാർത്ഥനയുമാണ് യഥാർത്ഥമായ വഴി എന്ന് കണ്ടെത്തി. അദ്ദേഹം ജസബൽ രാജ്ഞിയുമായിട്ട് പിണങ്ങിയതിനു ശേഷം ഹോറബിലേക്ക് പോയി. ഹോറബിലേക്ക് പോകുന്ന വഴിയിൽ ദൈവത്തിൻ്റെ ദൂതൻ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന് അപ്പം നൽകിയിട്ട് പറഞ്ഞു, ഈ അപ്പം ഭക്ഷിക്കുക, വെള്ളം കുടിക്കുക. അദ്ദേഹം അപ്രകാരം ചെയ്തു. അതിനുശേഷം അവിടെ കിടന്നുറങ്ങി. വീണ്ടും ദൈവത്തിൻ്റെ ദൂതൻ ഏലിയായെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഭക്ഷണം കഴിക്കുവാൻ ആവശ്യപ്പെട്ടു. കാരണം നിനക്ക് ഏറെ നടക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. യാത്ര ദുഷ്കരമാകാതിരിക്കുവാൻ വേണ്ടിയാണ് അത് കഴിച്ചത്. അതിനുശേഷം ഹോറബിൽ ചെന്ന് ഏലിയ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഏലിയ ഉപവസിച്ച് പ്രാർത്ഥിച്ച സമയത്ത് ദൈവം ഏലിയായോട് ചോദിച്ചു, ഏലിയ നീ എന്തെടുക്കുന്നു? ഏലിയ സ്വാഭാവികമായിട്ടും പറയേണ്ടിയിരുന്ന മറുപടി ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു എന്നാണ്. എന്നാൽ ഏലിയ അങ്ങനെയല്ല പറഞ്ഞത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഏലിയ പറയുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ ജ്വലിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉപവാസവും പ്രാർത്ഥനയും ആത്മാവും ശരീരവും ജ്വലിക്കുന്ന അനുഭവമായിട്ട് മാറി. പ്രാർത്ഥന വലിയ ഒരു ജ്വലനമായിട്ട് മാറിയിട്ട് ആ ജ്വലനത്തിലൂടെ ശക്തിയും പ്രകാശവും ലോകത്തിന് കൈവരുത്തുന്ന അവസ്ഥ. അവിടെയും ഭക്ഷണപാനീയങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും ഏലിയായ്ക്ക് സാഹചര്യം ഒരുങ്ങിയില്ല. ദൈവജനത്തിനു വേണ്ടി വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ആ ദൗത്യത്തിന് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് നേടുന്ന ശക്തിയും പ്രചോദനവുമാണ് യഥാർത്ഥത്തിലുള്ള ഉപവാസം. ഈ 2 പ്രവാചകന്മാരുടെ ഉപവാസ ചൈതന്യത്തിൽ നിന്നാണ് ഈശോ തൻ്റെ ഉപവാസത്തെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നത്. യോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുക ഈശോയുടെ ദൗത്യത്തിൻ്റെ ആരംഭമായിരുന്നു. പിന്നീട് ഈശോയ്ക്ക് വേണമായിരുന്നുവെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് വരികയും വചനം പ്രഘോഷിക്കുകയും രോഗശാന്തി നൽകുകയും മറ്റുവിധ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവത്തിൻ്റെ ദൂതൻ നയിച്ച പ്രകാരം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് മരുഭൂമിയിലെ പരീക്ഷണത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് ഈശോ പോയി. അവിടെ വെച്ച് സാത്താനെ പരാജയപ്പെടുത്തുക ഈശോയുടെ ആവശ്യമായിരുന്നു. ഈശോയുടെ ദൈവിക ദൗത്യം മുഴുവനും സാത്താനെയും സാത്താൻ്റെ ശക്തിയെയും പരാജയപ്പെടുത്തുകയും ദൈവിക ശക്തി കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും നിറയ്ക്കുകയുമായിരുന്നു. അതിൻ്റെ ആദ്യഘട്ടമായിട്ടാണ് മരുഭൂമിയിലെ പ്രലോഭനങ്ങളെ ഈശോ അതിജീവിക്കുന്നത്. 3 പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതും സാത്താൻ്റെ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെ അടയാളങ്ങളായിട്ടാണ്. അവിടെ ഈശോയ്ക്ക് ഭക്ഷണം വേണ്ട, പാനീയം വേണ്ട, അതിനെക്കുറിച്ച് ഓർക്കാൻ പോലും സമയമില്ല. 40 ദിവസവും ആത്മശക്തി കൊണ്ട് ഭൗതിക ശക്തിയെ വിജയിക്കുന്നതിന് വേണ്ടി ഈശോ പ്രവർത്തിക്കുന്നു.
ആ പ്രവർത്തനങ്ങളുടെ അവസാനമാണ് മരുഭൂമിയിലെ പരീക്ഷകളിൽ ഈശോയ്ക്ക് പൂർണ്ണ വിജയം നേടുന്നത്. പൂർണ്ണ വിജയം നേടിയതിൻ്റെയും ദൈവത്തിൻ്റെ സംപ്രീതി കണ്ടെത്തിയതിൻ്റെയും അടയാളമായിട്ടാണ് നമ്മൾ അവസാന ഭാഗത്ത് കാണുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു എന്ന്. വീണ്ടും നമ്മളൊരു കാര്യം ഓർക്കുക, ഈശോയുടെ ഉപവാസവും പ്രാർത്ഥനയും അതുപോലെ പരീക്ഷണങ്ങളും മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല. ഈശോ തൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുകയും പലപ്പോഴും ഭക്ഷണവും മറ്റു കാര്യങ്ങളും മറന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തു. ഈശോയ്ക്ക് രാത്രികാലങ്ങളിൽ ഉറങ്ങുക എന്ന മാനുഷികമായ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഉറങ്ങാൻ സമയം കണ്ടെത്തിയില്ല. മറിച്ച് വിജന പ്രദേശങ്ങളിൽ പോയി തൻ്റെ പിതാവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നതിന് സുദീർഘമായ പ്രാർത്ഥനാവേളകൾ കണ്ടെത്തുന്നതിനാണ് യേശു സമയം കണ്ടെത്തിയത്. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും യഥാർത്ഥമായ അർത്ഥം പഴയ നിയമ പ്രവാചകന്മാരും ഈശോയും നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ആ അർത്ഥം നമ്മുടെ ജീവിത ദൗത്യവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട ഒരർത്ഥമാണ്. നമ്മൾ നമ്മുടെ ജീവിത ദൗത്യം നിർവഹിക്കണം. ആ ദൗത്യം നിർവഹിക്കുന്നതിനെ പ്രേരണയും ശക്തിയുമാണ് ഉപവാസവും പ്രാർത്ഥനയും. അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളിൽ സംഭവിക്കുന്ന ആന്തരികമായ നവീകരണത്തിൻ്റെ അടയാളമായിട്ട് ഒരു സൂചന പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. മോശ നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ദൈവവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മുഖം തേജോമയമായി മാറി. എന്നാൽ മോശ അതറിഞ്ഞില്ല. മോശ പിന്നീട് ജനത്തോട് സംസാരിക്കാനായിട്ട് വന്നപ്പോൾ മോശയുടെ മുഖം പ്രകാശിക്കുന്നതായിട്ട് അഹ്റോനും ജനങ്ങളും കണ്ടു. ഇത് പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്ന, ഉപവാസത്തിലൂടെ സംഭവിക്കുന്ന ആന്തരിക നവീകരണത്തിൻ്റെ അടയാളമാണ്. പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങൾ ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞു എന്ന് വരില്ല. എന്നാൽ നമ്മൾ ഇടപെടുന്ന ആളുകൾ, ദൈവത്തിൻ്റെ ജനം അത് തിരിച്ചറിയുകയും നമ്മളുടെ ആന്തരിക നവീകരണം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയ മാറ്റങ്ങൾ ദൈവജനത്തിന് നന്മയുടെ അടയാളങ്ങളായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ഈ നോമ്പുകാലം ഏറ്റവും ഫലദായകമായി തീർക്കുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന വലിയ ദൗത്യത്തെക്കുറിച്ച് ഓർക്കാം. ആ ദൗത്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണവും പാനീയവും മറക്കാൻ നമുക്ക് ശ്രമിക്കാം. കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കുമ്പോൾ മറ്റ് ശാരീരിക ആവശ്യങ്ങൾ സ്വയമേവ വഴിമാറും. അങ്ങനെ ദൈവവുമായിട്ട് കൂടുതലായിട്ട് നമുക്ക് അടുക്കാൻ ശ്രമിക്കാം. നല്ലവനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നിടാം. തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിടാം. അനുതാപമോടെ വരുവിൻ, കൃപയാൽ നിറഞ്ഞിടുവിൻ. ജീവനായകമാം സുവിശേഷം നിൻ